ഇന്നലെ ഒരു ഉഗ്രൻ ടാസ്ക് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്തിരുന്നു. 2 പാത്രങ്ങളിൽ ഓരോ മുട്ടകൾ കയ്യിൽ പിടിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുക എന്നത് സിമ്പിൾ ടാസ്ക് അല്ല, ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഇപ്പോഴുള്ള ക്യാപ്റ്റൻ നന്ദനയാണല്ലോ. നന്ദനയാണ് ടീമുകൾ തിരിച്ചത്. അതുപോലെ തന്നെ ടീമുകളിലെ വിധികർത്താക്കളെയും നന്ദന തന്നെയാണ് സെലക്ട് ചെയ്തത്. ജാസ്മിൻ, നോറ, അപ്സര, റസ്മിൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ആരാണ് ഫസ്റ്റ് കളിക്കാൻ പോകേണ്ടതെന്ന് വിധികർത്താക്കളോട് ഡിസ്കസ് ചെയ്ത് ബിഗ് ബോസ് പറയാൻ പറഞ്ഞു. അവിടെയാണ് ട്വിസ്റ്റ്. അനാവശ്യമായ വഴക്ക്, വല്ല കുഞ്ഞു പിള്ളേർ വഴക്കിടുന്നത് പോലെ തോന്നി. എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ്. ഫസ്റ്റ് ആയാലും ലാസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും എല്ലാവരും ഇത് അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. അതിനവിടെ അനാവശ്യമായ വഴക്ക് നടക്കും. നോറയാണ് തുടക്കം കുറിച്ചത്. സംഭവം ഇപ്പോൾ ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ട് ക്യാമറ സ്പേസും അതേപോലെ തന്നെ വഴക്കൊന്നും നടക്കുന്നില്ല. വഴക്കുണ്ടായാലും പ്രൊവോക്ക് ചെയ്താലും ഒക്കെ അല്ലേ അവർക്ക് ക്യാമറ സ്പേസ്. ഫാമിലീസ് വരുമ്പോൾ കൂടുതൽ അലമ്പ് കാണിച്ചാൽ മോശമല്ലേ എന്ന് കരുതി എല്ലാവരും ഒരു മുഖംമൂടി വെച്ച് നടക്കുകയാണ്. ദേഷ്യം വരുമ്പോൾ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ടും ഇന്നലെ ജാസ്മിൻ ഒരു പൊട്ടൽ പൊട്ടിയിരുന്നു. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ ഇന്ന് നോറ, ജാസ്മിൻ, റസ്മിൻ, നോറ, നല്ല കോമ്പിനേഷൻ, നല്ല നെഗറ്റീവ് കോമ്പിനേഷൻ അങ്ങനെ വേണം പറയാൻ. നോറ പറയുന്നത് ജാസ്മിനും റസ്മിനും കൂടി ഒത്തുകളിക്കുകയാണ്. ജാസ്മിൻ ഉള്ളതുകൊണ്ട് റസ്മിന് പേടിക്കുകയാണ് പറയാൻ. എന്തൊക്കെയോ പറയുന്നു. എനിക്കിതിൽ നോറയുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയില്ല. ചുമ്മാ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അപ്പോഴും അവിടെ ജാസ്മിനും റസ്മിനും ഒതുങ്ങുകയാണ് ചെയ്തത്. കളി തുടങ്ങിയപ്പോൾ വിധികർത്താവ് ജാസ്മിൻ, നോറയുടെ ടീം കളിക്കുന്നു. കളിയുടെ ഇടയിൽ ജാസ്മിൻ പല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നോറയെ. നോറ അതിനനുസരിച്ച് പ്രൊവോക്ക് ആവുന്നുമുണ്ട്. എന്തായാലും ആ ടാസ്കിൽ അവർക്ക് ഒരു മുട്ടയും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ആ വഴക്ക് അങ്ങോട്ട് നീണ്ടുപോയില്ല. പിന്നെ ഇപ്പോൾ ഫാമിലി റൗണ്ട് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സായിയുടെയും അപ്സരയുടെയും ഫാമിലിയാണ് വന്നത്. സായിയുടെ വൈഫും അപ്സരയുടെ അമ്മയും ഹസ്ബൻഡും ആണ് വന്നത്. ട്വിസ്റ്റ് ആക്കിക്കൊണ്ടാണ് അപ്സരയുടെ ഹസ്ബൻഡ് വന്നത്. അപ്സരയുടെ അമ്മയാണ് ആദ്യം വന്നത്. അപ്പോൾ തന്നെ അപ്സര ഒരുപാട് ഡെസ്പായി പോയി. അമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ കളിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ ഹസ്ബൻഡ് വരാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയൂ എന്ന്. അപ്പോഴും അമ്മയ്ക്ക് അറിയാം, പക്ഷെ അമ്മ പറയാതെ പിടിച്ചു നിന്നു. ഒരു കള്ളനെ പോലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്സരയുടെ ഹസ്ബൻഡ് പിന്നീട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ് ഉണ്ടായത്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആണ് വരാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ആരും ഞെട്ടിയില്ല. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.